സുനാമി ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരു 16 മുതൽ 22 വരെ സീറ്റുകൾ വേണമെങ്കിൽ ബി.ജെ.പിക്ക് കിട്ടാമായിരുന്നു. ഇവിടുത്തെ പ്രസിഡന്റ് അങ്ങയുടെ കുറച്ച് ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് ഇത് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് കൊണ്ടാണ് നമ്മൾക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷേ അവരെയൊക്കെ ചെറിയ ചെറിയ കാസ്റ്റുകളാണ്. ഒരു മണ്ഡലത്തിൽ ഒരാളെ ജയിപ്പിക്കാൻ അവർക്ക് സാധിക്കില്ല. ഇപ്പോൾ കേരളത്തിലെ ബി.ജെ.പിയുടെ അവസ്ഥ എങ്ങനെയാണ് സാർ നോക്കുന്നത്? അല്ല, കേരളത്തിലെ ബി.ജെ.പിക്ക് ഈ ഇലക്ഷനിൽ ഞാൻ കുറേ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നു, കിട്ടേണ്ടതായിരുന്നു. അവർ വാസ്തവത്തിൽ ഞാൻ പറഞ്ഞില്ല, ഔട്ട്റീച്ച് ടു ഹിന്ദു വിഭാഗങ്ങളിലേക്ക് പോകുമായിരുന്നെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും കിട്ടേണ്ടതായിരുന്നു. ഇപ്പോൾ കേരളത്തിലൊരു UDF സുനാമി ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരു 16 മുതൽ 22 വരെ സീറ്റുകൾ വേണമെങ്കിൽ ബി.ജെ.പിക്ക് കിട്ടാമായിരുന്നു. കേരളത്തിൽ സാമാന്യം അത്രമാത്രം മാറ്റങ്ങൾ അടിസ്ഥാനപരമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അത് ഇവിടുത്തെ പ്രസിഡന്റ് അങ്ങയുടെ കുറച്ച് ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് ഇത് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് കൊണ്ടാണ് നമ്മൾക്ക് കിട്ടാൻ പോകുന്നത് എന്നതാണ്. ഇപ്പം ചെങ്ങന്നൂർ പോലുള്ളൊരു സ്ഥലത്ത് അവരൊരു വിശ്വകർമ്മ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതായിരുന്നു. കാരണം അവിടെ 10,000-40,000 വിശ്വകർമ്മർ ഉള്ള സ്ഥലമാണ്. ഇപ്പം നിങ്ങൾ കായംകുളത്ത് നിന്നല്ലേ വരുന്നത്. അവിടെ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഈ വി മുരളീധരനൊക്കെ ABVP-യിൽ കയറാനായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇതൊക്കെ കൊടുത്ത ആളാണ് വി രാജൻ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇവർ ടിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സമൂഹത്തിൻ്റെ മുഴുവൻ കേരളത്തെ വോട്ട് നേടാനായിട്ട് അവർക്ക് സാധിക്കും. അപ്പോൾ പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെ ഹിന്ദു സമൂഹത്തിലേക്ക് ഇപ്പോൾ പറയുന്ന നമ്മൾ അപ്പർ കാസ്റ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ നായർ, NSS, അത് കഴിഞ്ഞ് അങ്ങനെ ഒരു വിഭാഗങ്ങളുടെ വോട്ട്, അല്ലെങ്കിൽ SNDP, അതെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന വിശ്വകർമ്മർ, ദേവരർ, അത് കഴിഞ്ഞാൽ കുറേയധികം ചെറിയ കാസ്റ്റുകളുണ്ട്. പക്ഷേ അവരെയൊക്കെ ചെറിയ ചെറിയ കാസ്റ്റുകളാണ്. ഒരു മണ്ഡലത്തിൽ ഒരാളെ ജയിപ്പിക്കാൻ അവർക്ക് സാധിക്കില്ല. പക്ഷേ അവരുടെ വോട്ടുകൾ കിട്ടുകയാണെങ്കിൽ ആരെങ്കിലും ജയിപ്പിക്കാൻ ബാക്കിയുള്ള പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ സാധിക്കും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ബി.ജെ.പിയുടെ നില കൂടുതൽ മെച്ചപ്പെടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കൗണ്ടിങ് വരാൻ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. നമുക്ക് 4-ാം തീയതി കാണാം. അതെ.